നോക്കി മക്കളെ നോക്കി, അസറായിലിന് പണി കുറക്കാന് ഒറ്റപ്പുട്ടത്തിൽ തോന ആൾക്കാരെ കിട്ടുന്ന ടെക്നോളജി ഉള്ള റോഡ്, ഞമ്മക്ക് പോകാനുള്ള റോഡ്, ചെരിഞ്ഞ ഹൈവേ, മഴ പെയ്താൽ ഇരിക്കണ ഹൈവേ, നാഷണൽ ഹൈവേ. വീഡിയോ ഷെയർ ചെയ്താണ് വിട്ടോളിട്ട്, ഒപ്പം കൂടിയില്ലെങ്കിൽ ഒപ്പം കൂടിക്കോളി, ഇതുമാറ്റത്തെ വീഡിയോ കിട്ടും. ആരെ റോഡാ അത്? കേന്ദ്രം കൊണ്ടുവന്നതാ. കേരളത്തിക്ക് എത്തിയപ്പോഴോ മിസ്റ്റർ മരോനും മിസ്റ്റർ അമ്മായിയപ്പനും അമേരിക്കൻ സ്റ്റൈലിലോ ന്യൂയോർക്ക് സ്റ്റൈലിലോ എന്തൊക്കെ പേരിട്ട് ഫ്ലക്സ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിഞ്ഞല്ലോ. മരോന് എത്ര പ്രാവശ്യം ആകാശത്ത് കൂടെ ഡ്രോണ് പറത്തി റീല് വിട്ടത്. അപ്പോഴൊക്കെ ആരെ റോഡാ? ഞമ്മളെ റോഡ്. അതായത് ഇന്ത്യക്കാരൻ ബിസിനസ്സുകാരൻ ഉമ്മിക്കരി ഞമ്മക്കും വേണ്ടി പൈസ ഇറക്കിയ റോഡ്. കേന്ദ്രത്തിന്റെതാണോ കേരളത്തിന്റെതാണോ എന്ന് ഞമ്മക്കറിയണ്ട. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ റോഡ് ഇബൽത് രണ്ടു കൂട്ടരുതല്ല. ഇതിൽ കൂടെ പോണ ഓരോ വണ്ടിക്കാരനും ടോള് കൊടുക്കണതല്ലേ, വെറുതെ തരുന്നൊന്നുമില്ലല്ലോ. ഇതിമ കൂടെ പായിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ടോള് കൊടുക്കണ്ടേ? അപ്പൊ ഈ റോഡ് പൊതുജനം ടാക്സ് കൊടുത്ത് ഇറക്കിയ വണ്ടിയിൽ ടോള് കൊടുത്ത് പോകാനുള്ള റോഡാണെങ്കിൽ ഇത് നമ്മളെല്ലാരും റോഡല്ലേ? പൊട്ടിച്ചാടുന്നതിന്റെ മുന്നേ ഞങ്ങളത് എന്ന് പറഞ്ഞില്ല റീലെടുക്കലാരെ മന്ത്രിന്റെ മുണ്ടാട്ടില്ല. കറുപ്പ് കണ്ടാൽ ഇളകണ അമ്മോശം കാക്ക കറുത്ത റോട്ടുമോ കൂടെ വന്ന് റീലെടുത്ത് പോയപ്പോൾ മൂപ്പര ഉണ്ടാട്ടൂല്ല. റോഡ് നിൽക്കണ നിർത്തം നോക്കി മക്കളെ. ആപ്പോ ഓട്ടോറിന്റെ ടയർ ചെരിഞ്ഞ പോലെ ചെരിഞ്ഞ് നിൽക്കണ ഇതിമ കൂടെയാണ് ടൺ കണക്കിന് കാനുള്ള ലോഡും കൊണ്ട് ലോറികൾ പോകേണ്ടത്. ഇങ്ങളും ഞാനും ഒക്കെ കാറും കൊണ്ട് കെട്ടിയോളിയും കുട്ടികളെയും കൊണ്ട് ടോള് കൊടുത്തു പോകേണ്ടത്. ഇന്റെ നാട്ടിൽ ആലുവടുപ്പുണ്ടാക്കാൻ പോണ ഗോപിയേട്ടൻ ഇജാതി കല്ലോണ്ട് നല്ല അടുപ്പുണ്ടാക്കി തരും. ഒരു പേരുണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ തറ കെട്ടുമ്പോ ഒരു ബെൽറ്റ് ഇടും, എന്നിട്ട് മണ്ണ് നിറക്കും, എന്നിട്ട് തുള്ളി വെള്ളം നനച്ച് ഒന്ന് ഉറച്ചതിന്റെ ശേഷമേ പണി തുടങ്ങുള്ളൂ. ഇവിടെ അതാ വരുന്ന ആന്ധ്രയെന്ന് വലിയ കമ്പനി. പാടാണോ തോടാണോ മണ്ണിന്റെ കോല എന്താണെന്നൊന്നുമില്ല. മാന്തിണ്, മണ്ണിടുന്ന്, നിരത്തിന്, അതിന്റെ ഇടയിൽ ബംഗാളി ഒഴിച്ച മൂത്രത്തിന്റെ നനവ് കിട്ടിയിട്ടുണ്ടാവും. എല്ലാ നാട്ടിലും വെച്ച കട്ട അത് ഈ മണ്ണിലും വെച്ച്, അതും താവോ പൊന്തോ എന്ന് പോലും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണ്. ഈ പണി തുടങ്ങിയതിന്റെ ശേഷം ഒരു മഴക്കാലം വന്നില്ല. രണ്ട് തുള്ളി അങ്ങോട്ട് ഇറ്റപ്പോത്തിന് ദാ കിടക്കണ് കിണ്ടിയും വള്ളും. ഇപ്പൊ നല്ലൊരു ചാൻസാ. കെട്ടിയോളിയും കുട്ടിയോളിയും പെരക്കാരി എല്ലാരും കൂടി കൂട്ടിക്കോളി. ഒരു അമ്യൂസ്മെന്റ് പാർക്കും പോകണ്ട. ശരിക്കും നടക്കാൻ പറ്റിയ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ട്. ഇതിമക്കൂടെ നടക്കാണെങ്കിൽ പൈസയും കൊടുക്കണ്ട. ഇതിമക്കൂടാണ് നടന്നാ മനസ്സിലാവും ഇജാതി റൈഡ് വണ്ടർലയിൽ പോലും ഇല്ലാന്ന്. വെറ്റിലേക്ക് 100 തേച്ച മാതിരി ഈ തേച്ച് വെച്ചത് പൊട്ടെ കട്ട ജനങ്ങൾ കാണാതെക്കാനും വേണ്ടി സിമന്റ് തേച്ചതാ ചെങ്ങൈമാരെ. ഒരു ബംഗാളിക്ക് ഹെഡ്സെറ്റും വെച്ച് കൊടുത്ത് കുറച്ച് ഗ്രൗട്ടും കലക്കി കൊടുത്ത് തേക്കാൻ പറഞ്ഞാല് നിങ്ങളെ കള്ളത്തരം മനുഷ്യന്മാര് പിടിച്ചില്ലാന്ന് കരുതിയോ? പടച്ചോൻ പണ്ടൊക്കെ 2G സ്പീഡിലേനി, ഇപ്പൊ 5G സ്പീഡിലാ. അപ്പക്കപ്പ കാണിച്ചു തരും. ദാ കണ്ടില്ലേ, അങ്ങോട്ട് മറിയണോ ഇങ്ങോട്ട് മറിയണോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കണത് ഇതിന്റെ അടിയിൽപ്പെട്ട കാറിന്റെ കണ്ണാടിയാണ്. ആ മണ്ണ് വീണ നേരത്ത് എല്ലാ ദിവസവും ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അന്ന് എന്തോ കുതിരത്തിന് ബ്ലോക്ക് ഉണ്ടായില്ല. ബ്ലോക്ക് ഉണ്ടായില്ലെങ്കിൽ എത്ര ആൾക്കാരും മരിച്ചു. മഴക്കാലം വന്നില്ല, തുടങ്ങണേ ഉള്ളൂ. കേരളത്തിലെ മഴയെ കുറിച്ചും മണ്ണിനെ കുറിച്ചും മനസ്സിലാക്കാതെ ഡ്രോണിൽ റീൽ കൊടുത്ത് ഫ്ലക്സുമൽ അഭിവാദ്യം അർപ്പിച്ച് നടക്കണേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും PWD മന്ത്രിമാരും നേതാക്കന്മാരും തൊള്ള തുറക്കണം. വികസന നേട്ടത്തിന്റെ 4ാം വർഷത്തിന്റെ കേക്ക് തിന്നു കഴിഞ്ഞിട്ട് ഒന്ന് തൊള്ള തുറക്കി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്ന് നടന്ന് റീലെടുക്കി. എത്ര സ്ഥലത്ത് പൊട്ടി, എത്ര സ്ഥലത്ത് റോഡുണ്ട്, എത്ര സ്ഥലത്ത് ഈ റോട്ടുമെന്ന് വെള്ളം വന്നിട്ട് പെരക്കാർക്ക് ഇടങ്ങറുണ്ടെന്ന് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. വികസനം വേണം, നല്ല റോഡും വേണം. 2 തട്ടായിട്ട് വിദേശ രാജ്യങ്ങളിൽ റോഡ് ഉണ്ടാക്കുന്ന കാലത്താണ് നിങ്ങൾ ഈ റോഡ് കൊണ്ടുവന്നത്. 5 കൊല്ലം കൊണ്ട് ഇതും നമുക്ക് മതിയാവില്ല എന്നുള്ളത് വേറൊരു സത്യം. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താനാണ് ഇജാതി റോഡൊക്കെ ഉസാറാക്കി ഉണ്ടാക്കുന്നത്. ഈ റോഡ് ഒരു സ്ഥലത്തുള്ള ജീവന് ഈ റോട്ടുമക്ക് കയറുന്നതോടുകൂടി ആള് പെരേക്ക് എത്തിയില്ലെങ്കിലും മോർച്ചറിക്ക് എത്തുന്ന ഉറപ്പാ. വെള്ളത്തിന്റെ വൈക്ക് വിടണം, മണ്ണിന്റെ വൈക്കും വിടണം. ഇല്ലെങ്കിൽ വെള്ളവും മണ്ണും കൂടിയാല് ഏത് ബംഗാളി ഓട്ടടിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, പുടിച്ചാ കിട്ടൂല. നാളെ ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ടോൾ അടുപ്പിച്ചാണ്ട് നിങ്ങൾ ഈ പൈസ ഉമ്മിക്കരിക്ക് വാങ്ങി കൊടുക്കുന്നു ഞമ്മക്കറിയാം. എന്നാലും നിങ്ങൾ പറയും കേന്ദ്രത്തിന്റെതാണ് ഞങ്ങളതാണ് എന്ന്. കേരളം പറയും ഞങ്ങളതാണ് ഇത് എന്ന്. എന്നാലേ ഈ നിൽക്കുന്ന പാണാളി ജുനൈസ് എന്ന ഞാൻ പറയും ഇത് ഇന്നെപ്പോലത്തെ സാധാരണക്കാരൊക്കെ ടോള് കൊടുക്കണതാണെങ്കിൽ, ടോള് കൊടുത്താണ് ഞങ്ങൾ ഇതിമ്മ കൂടെ പോണതെങ്കിൽ നിങ്ങൾ രണ്ടു കൂട്ടരുതല്ല. ഇന്നെപ്പോലത്തെ സാധാരണക്കാരൻ ടോള് കൊടുക്കണേ ഞങ്ങളെ റോഡാണ് എന്ന്. തൊട്ടപ്പുറത്തേക്ക് ഇഷ്ടപ്പെട്ടാൻ തട്ടിക്കോളി. റോഡ് അത് ആവശ്യമാണ്, വികസനം അത് വരണം. പക്ഷേ ജനങ്ങളെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് ഒന്നും വരരുത്. ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ. തൊള്ള തുറക്കട്ടെ.